ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കിലെ ഒരു മനോഹരമായ വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 1600 സ്ക്വയർ ഫീറ്റിൽ 4 സെൻറ്റ് പ്ലോട്ടിൽ, വെറും 4 സെൻറ്റ് പ്ലോട്ടിൽ 1600 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ്. ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 40 lakhs ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു മനോഹരമായ വീട്. ഇത് സൈഫുദ്ദീൻ റസീന ദമ്പതികളുടെ വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ. നല്ല ഭംഗിയായിട്ടൊരു കോണ്ടംപററി സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ചെയ്തിട്ടുള്ളത്. സൈഫുദ്ദീൻ റസീന ദമ്പതികളുടെയും അവരുടെ 3 കുഞ്ഞു പെൺമക്കളും അടങ്ങുന്നതാണ് കേട്ടോ ഈ ഒരു ഫാമിലി. അവരുടേതാണ് ഈ മനോഹരമായ വീട്. മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനൊരു ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നല്ല ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ വീടിനൊരു നല്ലൊരു എലഗൻസ് കൊടുക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ചെറിയ ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വോളിലായിട്ട് വുഡൻ ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കുള്ളിലെ കാഴ്ചകളിലോട്ട് പോയാലോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ലിവിങ് ഹാള്. നല്ലൊരു കോർണർ സോഫ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമ്മുടെ TV യൂണിറ്റ് വരുന്നുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷനും PVC ലാമിനേഷനുമാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു നീറ്റ് TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കിങ്ങനൊരു ഷോ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ CNC കട്ടിങ് വർക്ക് വന്നിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ഡൈനിങ്ങിലോട്ട് വരുന്നത്. ഡൈനിങ് മാത്രമല്ല, ഈ ഒരു ഭാഗത്തായിട്ടൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് നല്ലൊരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലിവിങ് ഡൈനിങ്ങിൽ നിന്ന് ഒരു പാർട്ടീഷൻ ആ TV യൂണിറ്റിനോട് കൂടെ വരുന്നതാണിത്. അവിടെ നല്ലൊരു ബ്ലാക്ക് CNC കട്ടിങ് വർക്ക് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയും നല്ലൊരു ക്രോക്കറി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വാഷ് ബേസിൻ, നല്ലൊരു മിറർ, ബാക്കിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് കജാരിയുടെ വിട്രിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സീലിംഗ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നു. നല്ല പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു സീലിംഗ് വർക്കും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത് SM അലൂമിനിയം ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ വരുന്നത് നമ്മുടെ ഡൈനിങ് പോർഷനിലാണ്. നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, നമ്മുടെ കിച്ചണിൽ നിന്നുള്ളൊരു പോർഷനാണ്. ഇവിടെ ഓപ്പൺ കിച്ചൺ അല്ല, പക്ഷേ ഒരു ഓപ്പണിംഗ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കിച്ചനുമായിട്ട് നമുക്ക് ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കിച്ചൺ കാണാം. ആദ്യം തന്നെ കിച്ചൻ്റെ ഡോറ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഇതൊരു മോഡുലാർ കിച്ചണാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന ഫുൾ അലൂമിനിയം ഫാബ്രിക്കേഷനാണ് കേട്ടോ. പിന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള സ്റ്റോറേജസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ടോപ്പിലായിട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. വളരെ നീറ്റായിട്ടുള്ളൊരു ചെറിയ കിച്ചൺ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്.
ഇതാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ടോട്ടൽ 4 ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത്. താഴെ 2ഉം മുകളിൽ 2ഉം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മിനിമൽ ഇൻറ്റീരിയേഴ്സോട് കൂടി, എന്നാൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഇതാ കണ്ടില്ലേ വാർഡ്രോബ്സ് വന്നിരിക്കുന്നത്. ഇതും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. PVC ലാമിനേറ്റഡ് ആണ്. എന്നിട്ട് നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ ബാത്റൂം വന്നിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. നമ്മുടെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽസ് വന്നിരിക്കുന്നത് വുഡും ടഫ് ആൻഡ് ഗ്ലാസ്സും ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ വുഡാണെന്ന് തോന്നുമെങ്കിൽ ഇത് വുഡല്ല കേട്ടോ, ശരിക്കും വുഡൻ ടൈൽസാണ് ഈ സ്റ്റെപ്സിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വോളും ഫുള്ളായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലായിട്ടും ഒരു ഹോളും 2 ബെഡ്റൂംസും ആണ് വരുന്നത്. പിന്നെ ഒരു ബാൽക്കണി ഏരിയയും. അപ്പോൾ ആ കാണുന്ന റൂം നമ്മൾ താഴെ കണ്ട സെയിം റൂമിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റൂം എടുക്കാനായിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു ഹാളാണ്. പിന്നെ ദാണ്ടേ ഈ ഒരു ബെഡ്റൂമും നമ്മൾ താഴെ കണ്ട റൂംസിൻ്റെ അതേ സൈസിൽ തന്നെയാണ് കേട്ടോ 2 ബെഡ്റൂംസ്, മുകളിലത്തെ 2 ബെഡ്റൂംസും ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു റൂമും. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ബെഡ്റൂംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി പോർഷൻ. ഇവിടുത്തെ ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നുണ്ടോ, ഇവിടെ ഗ്ലാസും പിന്നെ ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിരിക്കുന്ന സ്ക്വയർ ട്യൂബ്സ് ആണ് കേട്ടോ. എന്നിട്ട് അതിൽ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു സൈഡും സ്ക്വയർ ട്യൂബ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. 1600 സ്ക്വയർ ഫീറ്റിൽ 4 സെൻറ്റ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടായിരുന്നു. ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെടുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് 4 സെൻറ്റിൽ, അതും എല്ലാ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 40 lakhsന് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീട് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഈ വീട് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നൊക്കെ കമൻസിലൂടെ പറയാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീടിൻ്റെ വർക്ക് ചെയ്ത ഇൻറ്റീരിയർ ചെയ്തതും ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്തവരുടെയൊക്കെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഇമോജി എങ്കിലും ഇട്ടിട്ട് നിങ്ങളതൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. പിന്നെ വീട് പണി നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.